റോയ്ചായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ഒരു പീഡന പരാതി പൂഴ്ത്തി എന്ന ആരോപണം കോൺഗ്രസിനെ വലിയ രീതിയിൽ വേട്ടയാടില്ലേ? ഇന്നലെ കൂടി KPCC പ്രസിഡന്റ് പറഞ്ഞത് പരാതികളൊന്നും പാർട്ടിയുടെ മുമ്പാകെ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്. VD സതീശൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഇതാണ്, ഈ ഒരു പരാതിയിൽ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ഇപ്പോൾ പുറത്താക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് അന്ന് പറയുകയൊക്കെ ചെയ്തപ്പോഴാണ് എല്ലാവരും കൂടി സംഘം ചേർന്ന് VD സതീശനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഈ പരാതി, ഈ നേരത്തെ പരാതി കൊടുത്തിരുന്നതെന്ന് പറയുന്നു, അത് ഇവർ ഗവനിക്കാത്തതുകൊണ്ടാണ് വീണ്ടും ഒരു പരാതിയുടെ APC പ്രസിഡന്റിന് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ അയച്ച് ഇപ്പോൾ കേൾക്കുന്നത് DGPക്കും കൈമാറിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും ഈ പരാതിയുടെ ജെനുവിനിറ്റിയൊക്കെ ഇനിയും പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഒന്നല്ല ഒരുപാട് പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുമ്പും വന്നിട്ടുണ്ട്, ഇനിയും വരുമായിരിക്കാം. പിന്നെ ഏതായാലും കോൺഗ്രസിനുണ്ടാകാൻ പോകുന്ന ഡാമേജിൻ്റെ ഒരളവ് വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് മനസ്സിലാക്കിക്കൊണ്ടാവാം, അല്ലെങ്കിൽ നേരത്തെ സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെ പരാതി വന്നുകൊണ്ടാവാം, ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവർ ഇയാളെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്തെ പുറത്താക്കുകയും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്ത്. അതുകൊണ്ട് അത്രയെങ്കിലും ഡാമേജ് കുറയ്ക്കാൻ പറ്റി. ഇപ്പോൾ ഇനി ഇവിടെ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ചെറുപ്പക്കാരൻ പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജ്, അപകടം അല്ലെങ്കിൽ നാണക്കേട്, മാനക്കേട്, ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ്. അതായത് യുവ നേതാക്കളെ ഇനി പാർട്ടി മുന്നോട്ട് പൊക്കിക്കൊണ്ട് വരുമ്പോൾ ചില പരിഗണനകൾ കൂടി ഒന്ന് പരിശോധിക്കണമെന്നുള്ള ഒരു ആവശ്യം എല്ലാ പാർട്ടിക്കാരുടെ ഇടയിലേക്ക് വരികയാണ്. ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇവരുടെ സ്വഭാവത്തിനകത്തെ ഒരു ഏകദേശമെങ്കിലും, എല്ലാവരെയും തുറന്നു നോക്കാനൊന്നും പറ്റത്തില്ല, പക്ഷേ എന്നാൽ പോലും ഒരു അച്ചടക്കമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ഇവരറിയാതെങ്കിലും ഒന്ന് പരിശോധിക്കേണ്ട ഒരു ആവശ്യകത ഉയർന്നു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം ഇതാണ്. പിന്നെ ഇതൊരു തരം വൈകൃതമാണ്, മാനസിക വൈകൃതമാണ്, അതുപോലെ തന്നെ ലൈംഗിക വൈകൃതത്തിൻ്റെയൊക്കെ ഉടമയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഈ 2-3 പരാതികൾ ഇതിനകത്തൊരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്, ഇയാൾ ഇരകളോട് വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറുന്നു. അതുപോലെ തന്നെ വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം പറയുന്നു നിങ്ങളതിനു മുമ്പേ ഗർഭിണിയാകണം എന്ന് പറയുന്നൊരവസ്ഥ. അവർ ഗർഭിണിയാക്കിയതിന് ശേഷം പിന്നെ ഇത് അബോർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഒരു സ്വഭാവ വൈകൃതം വലിയ തോതിൽ ഒരു സൈക്കോപാത്തിൻ്റേതായ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതൊക്കെ തന്നെ ഈ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യങ്ങളാണ്. അല്ല, ഇപ്പം ലഭിച്ച പരാതിയിൽ രാഹുലിനൊപ്പം തന്നെ ആരോപണം പറയുന്ന ഒരു പേരൂടെ ഉണ്ട്, ഫെനി നയനാൻ എന്ന് പറയുന്നത്. അടുത്ത സുഹൃത്താണ്. അയാൾ കോൺഗ്രസ് ടിക്കറ്റിൽ അടൂർ നഗരസഭയിലേക്ക് മത്സരിക്കാൻ പോവുകയാണ്. മത്സരിക്കുകയാണ്. എന്തുമാത്രം പേരെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത്? പലതരത്തിലുള്ള കക്ഷികൾ വരും. പക്ഷേ ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുണ്ട്, ഒരിടത്ത് മാത്രമല്ല. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കകത്ത് തന്നെ ഡൊമസ്റ്റിക് വയലൻസ്, ഭാര്യമാരെ തല്ലിയതിൻ്റെ കേസിൽ പ്രതികളായ MLA മാരുണ്ട്. അതുപോലെ തന്നെ പീഡന പരാതികളിൽ പ്രതികളായവരുണ്ട്, പീഡന പരാതിയിൽ കുറ്റപത്രം നൽകിയവരുണ്ട്. ഇതെല്ലാം നിൽക്കുകയാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള പല സ്വഭാവ വൈകൃതങ്ങളുള്ളവരെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലാണ് കടന്നുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വരെ, ഇപ്പോൾ നമ്മുടെ KTDC ചെയർപേഴ്സൺ PK ശശി, ഇങ്ങനെ നിരവധി പേരുണ്ട്. നമ്മുടെ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരിൽ പലരും ഇത്തരം ലൈംഗിക വൈകൃതങ്ങളുള്ളവരാണെന്ന് പൊതുസമൂഹം അറിഞ്ഞോ അറിയാതെയൊക്കെ തന്നെ ഇവരെക്കുറിച്ചൊക്കെ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ഉള്ള സമയം, അപ്പോൾ അവിടെയാണ് ഈ സദാചാരം പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ഇത് ഒരിടത്ത് മാത്രമേ എല്ലാ പാർട്ടിയിലുണ്ട്. നിങ്ങൾ മറ്റുള്ള എതിർ പാർട്ടിക്കാരൻ്റെ അവിടെ വരുമ്പോൾ മാത്രം അവൻ്റെ തീവ്രത അളക്കാൻ പോവുകയും അല്ലെങ്കിൽ അവരെ മാത്രം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണതയ്ക്ക് അപ്പുറത്തായിട്ട് ഇത്തരക്കാരെ ഒഴിവാക്കണം എന്നുള്ള ഒരു പൊതുധാരണ എത്താൻ ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്ക്. ഇതേ വീണ ജോർജാണ് അവർ മാധ്യമപ്രവർത്തകയായിരിക്കുന്ന സമയത്ത് മുകേഷിൻ്റെ ഭാര്യയെ സരിതയെ ഇൻ്റർവ്യൂ ചെയ്ത് സരിത പറയുന്ന മുകേഷിൻ്റെ ഭാഗത്തു നിന്ന് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. അതേ വീണ ജോർജ് മുഖ്യമന്ത്രിയായി രാഷ്ട്രീയ പ്രവർത്തകയായതിനു ശേഷം അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും മിണ്ടുന്ന പോലുമില്ല. അന്ന് മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയത്തോട് അതേ അന്ന് അവർ പ്രതിസ്ഥാനത്ത് അവർ പറഞ്ഞ ആൾ അവരോടൊപ്പം തന്നെ MLA ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊന്നും അവർക്ക് പിന്തുണ കൊടുക്കാൻ, സരിതയ്ക്ക് ഇപ്പോഴും പിന്തുണ കൊടുക്കുന്നതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുണ്ട്, ഒരിടത്ത് മാത്രമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇതുപോലെ ഇരട്ടത്താപ്പും ഇതേപോലെ സദാചാര ഡയലോഗും പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരു കാര്യം, പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങൾ ഇവരെ ഒഴിവാക്കുന്ന കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടാതെ പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ പലതരത്തിൽ അവരെ സൈബർ ആക്രമണങ്ങൾ വിധേയമാകുന്നത്. ഇപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർക്കെതിരെ CPM നേതാക്കന്മാരും CPM അണികളും
വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തി ഇല്ലേ? ആ വനിതാ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകർ വരെ ഉണ്ടായിരുന്നു. ദേശാഭിമാനിലെ 2-3 ജീവനക്കാരുണ്ടായിരുന്നു. അവർക്കെതിരെ കേസെടുത്ത സമയത്ത് ചവറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരെ മാലയിട്ട് സ്വീകരിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടതാണ്. CPM നേതാക്കന്മാർ ചെന്ന് ആ സൈബർ ആക്രമണം നടത്തിയവരെ മാലയിട്ടുകൊണ്ട് വരും, വീരോചിതമായി അവരെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നു ഇല്ലേ? ക്രിമിനൽ കേസിലെ പ്രതികളെ എഴുന്നള്ളിച്ച് അവർക്ക് വലിയ ജയ പാടി അവരെ ജയിലിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടികൾ സമൂഹത്തിൽ എന്താണ് മാന്യത വേണം, സുതാര്യത വേണമെന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ ക്രിമിനലുകളെയും ഇതേപോലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നിലധികം പരാതി ഉണ്ടെന്ന് കോൺഗ്രസിന് നല്ല ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അക്കാര്യത്തിൽ ഒരു നിലപാട് സതീശനാണ് അത് അതിനനുസരിച്ച് ഇവർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനും സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയെടുത്തു. എന്നിട്ടും അതിനകത്ത് ആ നടപടിയെ ചോദ്യം ചെയ്യുകയും ഒരു വിരുദ്ധമായ അഭിപ്രായം മുതിർന്ന നേതാക്കളിൽ നിന്ന് വരുന്നത് എന്തുകൊണ്ടാകും? അല്ല അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അവിടെ ഇപ്പോഴും അതാണ് ഞാൻ പറഞ്ഞത്, പൊതു സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സുതാര്യത വേണമെന്നും സ്ത്രീ വിരുദ്ധത പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കരുതെന്നുള്ളൊരു പൊതുധാരണയിലെത്താൻ ഈ രാഷ്ട്രീയ നേതാക്കൾ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ സുധാകരൻ പോലും ഇയാളെ വീണ്ടും അയാൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വരണം, അയാളെ മുഖ്യധാരയിൽ കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നത്. ഇവരാരും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് VD സതീശനെതിരെ മാത്രം വലിയ തോതിൽ സൈബർ ആക്രമണം കോൺഗ്രസ് പ്രവർത്തകരുടേത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെല്ലും ചെലവും കൊടുക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള കാരണം എന്താണ്? ഇവരെല്ലാം സംഘടിതമായിട്ടാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. കോൺഗ്രസിനകത്തെ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഈ നടപടിയോട് പരസ്യമായി യോജിക്കുന്നവരല്ല. പിന്നെ പാർട്ടി നടപടി ആയതുകൊണ്ട് മിണ്ടാതിരിക്കുന്നുള്ളൂ. വലിയൊരു വിഭാഗം പ്രത്യേകിച്ച് A ഗ്രൂപ്പിൽപ്പെട്ട യുവ നേതാക്കളൊക്കെ തന്നെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഇറങ്ങിയ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മറ്റ് സ്ഥാനാർത്ഥികൾക്ക് പ്രവർത്തിക്കാൻ ധൈര്യം കാണിച്ചതിൻ്റെ കാരണം അതാണ്. ഒരു സംഘം ആൾക്കാർ അയാളെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഇതൊക്കെ നടന്നത്. ഇപ്പോഴാണ് ഇവർക്കൊക്കെ തലയ്ക്ക് അടി കിട്ടിയ പോലെ ഈ പരാതികൾ വരികയും വീണ്ടും പരാതികൾ വരികയും ചെയ്തപ്പോഴാണ് ഇവരൊക്കെ ഇപ്പോൾ കൈയെടുത്ത് നിൽക്കുന്നത്. കാരണം അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നതായിരിക്കാം. അതായത് രാഹുൽ വേറെ മറ്റേ പരാതി വരത്തില്ല എന്നോ തനിക്കെതിരെ മറ്റ് പരാതികൾ വരത്തില്ല എന്നോ ഒരു പൊതുധാരണ രാഹുൽ മാങ്കൂട്ടത്തിൽ സൃഷ്ടിച്ചിരുന്നു. അതിനകത്ത് ഇവരൊക്കെ വീണു പോയിട്ടുണ്ടാവാം. പക്ഷേ വാസ്തവം അതല്ല എന്ന് പിന്നീട് ഈ ദിവസങ്ങളിൽ വന്ന സംഭവങ്ങൾ ഒക്കെ തെളിയിച്ചിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് മുൻകൂർ ഒരു നടപടി എടുത്തതുകൊണ്ട് വലിയ തോതിലുള്ള ഡാമേജ് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യും. കാരണം ചെറുപ്പക്കാരായ കോൺഗ്രസ് നേതാക്കളെ വിശ്വസിക്കുന്നതിന് ആൾക്കാർ ഇനി മടിക്കും. എന്ന് വെച്ചാൽ ഇതൊരു കാരണം നമ്മളിത് കാണുന്നത് കർണാടകത്തിലെ യുവ നേതാവായിരുന്ന പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്നത്, അയാൾ ഒരു MP ആയപ്പോഴത്തേക്ക് വഴുതികൾ നടന്ന സ്ത്രീകളെല്ലാം പിടിക്കുന്ന സ്ഥിതി കണ്ടതാണ്. അധികാരം ഒരു വശത്ത്, അയാളുടെ പദവികൾ ഒരു വശത്ത്, കുടുംബത്തിൻ്റെ രാഷ്ട്രീയ ആധിപത്യം ഒരു വശത്ത്, ഇതൊക്കെ ഉപയോഗിച്ചാണ് അയാൾ അവിടെ ഇതേപോലെ സമാനമായ പ്രായമാണ്, 36-37 വയസ്സേ ഉള്ളൂ. അത് നമ്മൾ കണ്ടതാണ്. ഇവിടെ കേരളത്തിൽ ഇവിടെ ഒരു MLA ഇത് ചെയ്യുന്നു, അവിടെ ഒരു MP ആണെങ്കിൽ ഇവിടെ ഒരു MLA ഇതിലേക്ക് വരുന്നു എന്നുള്ള സംഭവമാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരു വശത്ത് നമ്മൾ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നു, യുവ നേതാക്കൾക്ക് ചാൻസ് കൊടുക്കണമെന്ന് പറയുന്നു. അതിൻ്റെ ഇടയിലാണ് ഇതേപോലുള്ള ക്രിമിനലുകളും സൈക്കോപാത്തുകളും കടന്നുകൂടി പൊതുധാരയെ അല്ലെങ്കിൽ പൊതു ജീവിതത്തെ കളങ്കപ്പെടുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ ആ കാര്യത്തിൽ ഒരു സുതാര്യത ഉണ്ടാവണം. രാഷ്ട്രീയ പ്രവർത്തകർ, നേതാക്കന്മാർ ഇത്തരക്കാരെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇവരുടെ സ്വഭാവത്തെക്കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എടുക്കാൻ തയ്യാറാവണം.